ന്യൂസ് ടൈംസ് ആദ്യം വാൽപ്പാറ അപകടത്തിന്റെ തുടർ വാർത്തകളിലേക്ക് ആണ്. മലയാളികളെ ഒന്നടങ്കം കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ടായിരുന്നു അവർ 9 പേർ വിട പറഞ്ഞത്. വാൽപ്പാറയിൽ ഉണ്ടായ അപകടത്തിൽ അധ്യാപകർ ഉൾപ്പെടെ ഉള്ളവർ ആണ് മരണപ്പെട്ടത്. പ്രത്യേകിച്ച് ഒരു നാടിന്റെ തന്നെ നൊമ്പരമായി അവർ മാറിയ സാഹചര്യം കൂടിയുണ്ട്. ആ കണ്ണീരിൽ നിന്ന് ഇപ്പോഴും ആ നാട് മുക്തമല്ല. ഇന്നലെ ന്യൂസ് ടൈംസ് ഈ സമയത്ത് പങ്കുവച്ച വാർത്ത അവരുടെ അന്ത്യവിശ്രമത്തെ സംബന്ധിച്ചായിരുന്നു. നമുക്കറിയാം, നിരവധി ആളുകൾ ആയിരുന്നു അന്തിമോപചാരം അർപ്പിക്കാൻ പ്രിയപ്പെട്ട അധ്യാപകർക്ക് വിട ചൊല്ലാനായി എത്തിയിരുന്നത്. അങ്ങനെ ഇപ്പോഴും പാങ് എന്ന് പറയുന്ന ആ പ്രദേശം ആ ഒരു ഞെട്ടലിൽ നിന്ന് മുക്തമായിട്ടില്ല. അതോടൊപ്പം നമുക്ക് ചേർത്ത് വെക്കേണ്ടത്, ഈ അപകടത്തിൽ 4 പേർക്കാണ് പരിക്കേൽക്കുകയും ചെയ്തത്. 13 പേർ അടങ്ങുന്ന സംഘം ആയിരുന്നു ഈ വിനോദസഞ്ചാരത്തിനായി പുറപ്പെട്ടത്. അതിൽ 9 പേർ മരണപ്പെടുകയുണ്ടായി. 8 പേർ അപകട സ്ഥലത്ത് വെച്ച് തന്നെയാണ് മരണപ്പെട്ടത്. പരിക്കേറ്റ 4 പേർ ചികിത്സയിൽ തുടരുകയാണ്. അവരുടെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമാണ് എന്നതാണ്. പ്രത്യേകിച്ച് അതിൽ 2 പേരുടെ, ഈ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറുടേത് ഉൾപ്പെടെയുള്ള ആരോഗ്യനിലയാണ് ഗുരുതരമായി തന്നെ തുടരുന്നത്. ഇപ്പോഴും ഡോക്ടർമാർക്ക് ഇത് സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്താൻ സാധിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പെരിന്തൽമണ്ണയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ നില മാത്രം ആണ് തൃപ്തികരം എന്ന് ഇപ്പോൾ പ്രേക്ഷകരുമായി നമുക്ക് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. ഡാനി പോൾ ആണ് വാർത്തയുടെ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനി, ഏറെ നൊമ്പരപ്പെടുത്തിയ ഒരു വിടവാങ്ങൽ ആയിരുന്നു. 9 പേർ നിമിഷം കൊണ്ട് അപ്രത്യക്ഷമാകുന്നു. കളിചിരികൾ ഇല്ലാതാകുന്നു. ആ കണ്ണീരിൽ നിന്ന് ഇപ്പോഴും അവർ മുക്തരായിട്ടില്ല, ബന്ധുക്കളും ഉറ്റവരും ഉടയവരുമൊക്കെ. ഇനി കാത്തിരിപ്പ് ഈ പരിക്കേറ്റ 4 പേരിൽ ആണ്. അതിൽ ഒരു കുട്ടിയുടെ ആരോഗ്യനിലയിൽ വലിയ ആശങ്ക വേണ്ട എന്നതാണ്. പക്ഷെ മറ്റു 3 പേരുടെയും നില എപ്രകാരമാണ്? ഒപ്പം ഈ അപകടവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നതിൽ കൂടുതൽ വ്യക്തത വരുന്നുണ്ടോ? ഏത് തരത്തിലുള്ള അന്വേഷണവും മറ്റുമാണ് പുരോഗമിക്കുന്നത്? ഡാനി, അഭിലാഷ്, ആദ്യം ഈ ആശുപത്രിയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില സംബന്ധിയായ കാര്യങ്ങളിലേക്ക് ചെല്ലാം. അതിൽ നിലവിൽ 3 പേരാണ് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ളത്. അതിൽ ഡ്രൈവർ മുഹമ്മദ് ഫൈസൽ അദ്ദേഹമായിരുന്നു ഈ ടെമ്പോ ട്രാവലർ ഓടിച്ചിരുന്നത്. മറ്റൊരാൾ അവിടെ ഒരു സ്കൂൾ ബസ് ഉണ്ടായിരുന്നു, സ്കൂൾ ബസ്സിലെ ഡ്രൈവറായ നൌഷാദ്. ഈ 2 പേരും അതോടൊപ്പം തന്നെ അപകടത്തിൽ മരിച്ച അവിടുത്തെ സ്കൂളിലെ പാചക തൊഴിലാളിയായ സാജിദയുടെ മകൻ കൂടി അവിടെയുണ്ട്. ഷഹാദ് എന്ന് പറയുന്ന 10 വയസ്സുകാരൻ കൂടിയുണ്ട്. ഈ 3 പേരുടെയും ആരോഗ്യനില സംബന്ധിയായ കാര്യങ്ങളിൽ വലിയ ആശങ്കകൾ ഇന്നലെ മുതൽ നിലനിൽക്കുന്നുണ്ട്. ഇന്നറിയുന്നത് നേരിയ പുരോഗതി എന്നത് മാത്രമാണ് അവർക്ക് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത്. കാരണം ഈ 3 പേരുടെയും പരിക്ക് ഗുരുതര സ്വഭാവമുള്ളതാണ്. സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവറായിരുന്ന നൌഷാദിൻ്റെ വാരിയലുകൾ തകർന്ന അതിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഗുരുതര സ്വഭാവമുള്ള ഒരു പരിക്ക് തന്നെയാണ്. ഒപ്പം തന്നെയും ഈ മകൻ 10 വയസ്സുകാരൻ സാജിദയുടെ മകൻ ഷഹാദിൻ്റെ ഒരു ആരോഗ്യനില എന്ന് പറയുന്നത് അരയ്ക്ക് കീഴ്പോട്ട് ഒരു ചലനശേഷി സംബന്ധമായ കാര്യങ്ങളിൽ ചില സംശയങ്ങൾ നിലനിൽക്കുന്നു എന്നതാണ് ഡോക്ടർമാർ പറയുന്നത്. കാരണം അതിൽ കൂടുതൽ പരിശോധനകൾ വേണ്ടിവരും, തുടർ ചികിത്സകൾ വേണ്ടിവരും. കാര്യമായൊരു ചലനശേഷിയുടെ സ്വഭാവം ഇപ്പോൾ പ്രകടമാകുന്നില്ല എന്നതാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം വാൻ ഓടിച്ചിരുന്ന, അതായത് ഈ അപകടം ഉണ്ടാക്കിയ വാൻ ഓടിച്ചിരുന്ന മുഹമ്മദ് ഫൈസ്, അദ്ദേഹത്തിൻ്റെയും ആരോഗ്യനിലയിൽ അല്പം ഭേദമുണ്ട് എന്നല്ലാതെ ഒരു വലിയ രീതിയിലുള്ളൊരു റിക്കവറി എന്ന രീതിയിലേക്ക് പറയാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ മനസ്സിലെന്ന് പറയുന്ന 10 വയസ്സുകാരി, അവരുടെ ആരോഗ്യനിലയാണ് താരതമ്യേന ഭേദമുള്ളത്. അതുകൊണ്ടാണ് അവർക്ക് അവിടെ നിന്ന് ആശുപത്രി മാറ്റി കോട്ടക്കലുള്ള മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടില്ല. മുഖത്തും കാലുകളിലും ചെറിയ പരിക്കുകൾ ആണ് ഉള്ളത് കുട്ടിക്ക്. ഭാഗ്യവശാൽ ആന്തരിക രക്തസ്രാവം ചെറിയ തോതിലുണ്ട്. അതുകൊണ്ട് ഐസിയുവിൽ തന്നെയാണ്, നിരീക്ഷണത്തിൽ തന്നെയാണ് തുടരുന്നത്. ഇവരുടെ ആരോഗ്യനില എല്ലാവരുടെയും ഈ രീതിയിലുള്ളതാണ്. അപകടത്തിലേക്ക് വരികയാണെങ്കിൽ ഇത് സംബന്ധിയായ കാര്യങ്ങൾ ഇപ്പോഴും ഒരു വ്യക്തതയിലേക്ക് വന്നിട്ടില്ല. തമിഴ്നാട് ആർ ടി ഒ വകുപ്പ് പറയുന്നത് റോഡിൻ്റെ വലതുവശത്തുകൂടി വാഹനം കടന്നുപോയി എന്നതാണ് പ്രാഥമികമായ ഒരു അനുമാനമുള്ളത്. അവരുടെ പരിശോധനകളിൽ നിന്നും ഇതാണ് വ്യക്തമാകുന്നത്. അതിനുള്ളൊരു പ്രധാന കാരണം ഇതിൻ്റെ ടെമ്പോയുടെ ട്രാവലറിൻ്റെ ബ്രേക്ക് നഷ്ടമായിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം ആ ഒരു ഭാഗത്തേക്ക് പോവുകയും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ആ ഒരു ഭാഗത്തേക്ക് നീങ്ങുകയും ഒപ്പം ആ ഒരു കൈവരി തകർത്തുകൊണ്ട് താഴേക്ക് പോവുകയും ചെയ്തത്. അത് പ്രാഥമികമായും സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ ഒരു ബ്രേക്ക് സംവിധാനങ്ങൾ തകരാറിലായതുകൊണ്ട് തന്നെയാകാമെന്ന് തന്നെയാണ് അവർ മനസ്സിലാക്കുന്നത്. ഇത് സംബന്ധിച്ച
ഈ ഡ്രൈവറുടെ എല്ലാം തന്നെ ഒരു പരിചയം, പ്രവൃത്തി പരിചയം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു ഇങ്ങനെ, കാരണം ഈ ടെമ്പോ ട്രാവലറുമായി ബന്ധപ്പെട്ട ഉള്ള ഈ മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് അത്യന്തം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം. പ്രത്യേകിച്ച് ഈ ബ്രേക്ക് സംവിധാനങ്ങളിലേക്ക് വരുമ്പോൾ അല്പം അപകട രീതിയിലുള്ളതാണ്. കാരണം ഒരു പരിചയ സമ്പന്നത കൊണ്ട് മാത്രമേ അതിനെ മറികടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത്തരം ഈ ഇറക്കമിറങ്ങുമ്പോൾ ബ്രേക്ക് തുടർച്ചയായി അമർത്തി പിടിക്കുന്നത് മൂലം അതിൻ്റെ ഒരു സ്വാഭാവികത നഷ്ടപ്പെടുകയും ബ്രേക്ക് തന്നെ ഇല്ലാതാകുകയും ചെയ്യുന്ന രീതിയിലേക്ക് വരും. അപ്പോൾ അതൊരു പരിചയസമ്പന്നതയായ ഒരാൾക്ക് മാത്രമേ അതിനെ മറികടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നിയന്ത്രിക്കാൻ കഴിയും, പക്ഷേ ഒരു പരിചയസമ്പന്നതയും ഇവിടെ ആവശ്യമാണ്. അപ്പോൾ ഇയാൾക്ക്, ഡ്രൈവർക്ക് എത്രത്തോളം അത് ഉണ്ടായിരുന്നു എന്നതെല്ലാം തന്നെ മലപ്പുറത്തെ RTOയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പരിശോധനകൾ നടത്തും. എത്ര നാളായി ലൈസൻസ് ഉണ്ടായിട്ട്, എത്ര നാളായി ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് സംബന്ധിയായ കാര്യങ്ങൾ അവരൊരു പരിശോധന നടത്തുന്നുണ്ട് എന്നതാണ് തമിഴ്നാട് RTO വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. വാൽപ്പാറയിലെ ഒരു ദുഷ്കരമായ ഹെയർ പിന്നുകൾ ഉള്ള ഒരു റോഡാണ്. അതുകൊണ്ട് അവിടെ നാറ്റ്പാക്കിൻ്റെ സഹകരണത്തോടുകൂടി അവിടെ എന്ത് മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്നത് എന്ന കാര്യത്തിലും ഒരു പഠനം നടത്തുമെന്നും തമിഴ്നാട് അറിയിച്ചിട്ടുണ്ട്, ഗതാഗത വിഭാഗം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഒരു കാര്യത്തിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ്. എങ്ങനെ ബ്രേക്ക് നഷ്ടമായി എന്നത് സംബന്ധിയായ കാര്യങ്ങൾ, ബ്രേക്ക് നഷ്ടമായിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രാഥമികമായ ഒരു വിലയിരുത്തൽ. ഏതാണ്ട് ഒരു 300-ലധികം അടി താഴ്ചയിലേക്ക് ഇത് മറിയുമ്പോൾ ഒരു നിയന്ത്രണവും ഇല്ലാതെ തന്നെയായിരുന്നു വാഹനം കുറേ ദൂരമെങ്കിലും മുന്നോട്ട് പോയിരുന്നത് എന്നതെല്ലാം തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ പരിശോധന നടത്തുന്നുണ്ട്. അത്യന്തം ദുഃഖകരമായ വലിയൊരു ദുരന്തത്തെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നത്. 13 പേരുടെ യാത്രാ സംഘത്തിൽ 9 പേരാണ് മരണപ്പെട്ടത്. അഭിലാഷ്. യെസ്, ഏറെ സന്തോഷത്തോടു കൂടിയായിരുന്നു അവർ യാത്ര തിരിച്ചത്. അങ്ങനെയുള്ള 13-അംഗ സംഘത്തിൽ 9 പേർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല എന്നതാണ്. ജീവൻ ശേഷിക്കുന്നവരിൽ തന്നെ 2 പേരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമം ആണ് തുടരുന്നത്. അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് 2 പേർ എന്നതും കൂടിയാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ ഈ വാൽപ്പാറ എന്നത് ഈ ഹെയർപിൻ വളവുകൾ ഉള്ള 40ഓളം ഹെയർപിൻ വളവുകൾ ഉള്ള, എന്നാൽ കാഴ്ചയ്ക്ക് ഏറ്റവും മനോഹരമായ, സഞ്ചാരികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രദേശം കൂടിയാണ്. വനമേഖലയിലൂടെയാണ് ഈ പാത കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി സഞ്ചാരികൾ ആ പാത തന്നെയാണ് തിരഞ്ഞെടുക്കാറുള്ളത്. പക്ഷേ അപ്പോഴും അവിടെ അപകടം പതിയിരിക്കുന്നുവെങ്കിൽ അത് ഒഴിവാക്കുവാനുള്ള നടപടികൾ എന്ത് എന്നുകൂടിയാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ ആലോചിക്കുന്നത് എന്നതാണ്. ഏതാണ്ട് 25 കിലോമീറ്ററോളമൊക്കെ ഈ വനപാതയിലൂടെ തന്നെ ഹെയർപിൻ വളവുകൾ കടന്നൊക്കെയാണ് ഈ പാത പൂർണ്ണമാകുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടും ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ പരിശോധനകളും പഠനങ്ങളും നടത്താൻ ഒരുങ്ങുന്നത്. അതേസമയം ഇന്നലെ ഈ അപകടത്തിൽ മരണപ്പെട്ടവരെ സംബന്ധിച്ച വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. അതിൽ തന്നെ പ്രിയപ്പെട്ട അധ്യാപകരെ യാത്രയയക്കാൻ അവിടെ എല്ലാവരും ഒത്തുകൂടിയത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ആ സ്കൂളിൻ്റെ ഒരു അങ്കണം എന്നത് പലപ്പോഴും അസംബ്ലി ചേരുന്ന സമയത്ത് മാത്രമാണ് വലിയ ആൾക്കൂട്ടം ആ സ്കൂൾ അങ്കണത്തിൽ ഉണ്ടാകാറുള്ളത്. എങ്കിൽ ഇന്നലെ അധ്യാപകരും സഹപ്രവർത്തകരും വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഒരു നാട് ഒന്നടങ്കം സ്കൂൾ മുറ്റത്തേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ്. അവിടെ വിട പറഞ്ഞ അധ്യാപകരിൽ പലരും ഏറെ പ്രിയപ്പെട്ടവർ എന്നത് മാത്രവുമല്ല, ആ നാടിന് അഭിമാനവും പലർക്കും പ്രചോദനവും കൂടിയായിരുന്നു എന്നതാണ്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് 90% കാഴ്ചശേഷിയില്ലാത്ത മജീദ് മാഷിനെ കുറിച്ചാണ്. ആ പരിമിതികളെയെല്ലാം അതിജീവിച്ചുകൊണ്ടായിരുന്നു മജീദ് മാഷ് ജീവിതത്തിൽ മുന്നേറിയത്. മാഷിൻ്റെ കണ്ണായി ഭാര്യ റുഖിയയും സദാ ഒപ്പം ഉണ്ടായിരുന്നു. ആശിച്ചു മോഹിച്ച് നിർമ്മിച്ച വീട്ടിൽ താമസിച്ച് മതിയാകും മുമ്പാണ് വിധി അപകടത്തിൻ്റെ രൂപത്തിൽ മജീദ് മാഷിനെയും റുഖിയെയും തട്ടിയെടുത്തത്. വാൽപ്പാറ ദുരന്തത്തിൽ മരണമടഞ്ഞ മജീദ് മാഷിൻ്റെ വീടിനടുത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആ സ്വപ്ന വീട്. 90% കാഴ്ചശേഷി ഇല്ലാത്ത വ്യക്തിയായിരുന്നു മജീദ് മാഷ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ പരിമിതികളെ അദ്ദേഹം അതിജീവിച്ചുകൊണ്ട് മുന്നേറിയ ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ റുഖിയായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ ശക്തിയും അദ്ദേഹത്തിൻ്റെ പിന്തുണയെല്ലാം. ഈ ദുരന്തത്തിൽ അവരും അപകടത്തിൽ മരണമടഞ്ഞു എന്നുള്ളതാണ് ഈ കുടുംബത്തിൻ്റെ ദുരന്തത്തിൻ്റെ വ്യാപ്തിയെ ഇരട്ടിയാക്കിയത്. വലിയ ബുദ്ധിമുട്ടുകൾ അതിജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. അദ്ദേഹത്തിൻ്റെ 2 സഹോദരിമാർക്കും കാഴ്ചശേഷിയില്ല. മജീദ് മാഷിൻ്റെയും അതേപോലെ സഹോദരിമാരുടെ എല്ലാം കാര്യങ്ങൾ നോക്കിയിരുന്നത് റുഖിയയാണ്. അതുകൊണ്ട് തന്നെ മാഷിനൊപ്പം റുഖിയയുടെ ജീവൻ കൂടി ഇല്ലാതായതോടെ ഈ കുടുംബമാണ് യഥാർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്.
മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ഈ വീടിൻ്റെ നിർമ്മാണം കഴിഞ്ഞത്. നാട്ടുകാരൊക്കെ അത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ വീടിൻ്റെ നിർമ്മാണത്തിന് മജീദ് മാഷും റുഖിയയുടെ കൈ പിടിച്ച് എത്തിയതും ആളുകളെ ശബ്ദം കേട്ട് തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ അവരോട് പറഞ്ഞിരുന്നൊക്കെ ഇതിനെപ്പറ്റി പറയുമ്പോൾ പ്രദേശവാസികൾക്കൊക്കെ ഇപ്പോഴും തൊണ്ടയിടറുന്ന ഒരു സാഹചര്യമാണ്. അത്രമാത്രം പ്രിയപ്പെട്ടവരായിരുന്നു മജീദ് മാഷും റുഖിയൊക്കെ ഇവർക്ക്. നിലവിൽ ഞാൻ ഇവിടുത്തെ 2 ടൈം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, നിലവിൽ ഈ വാർഡിലെ കഴിഞ്ഞ ടൈമിൽ മെമ്പറായിരുന്നു. ഈ വീടിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് വലിയ സന്തോഷമായിരുന്നു, വലിയ സ്വപ്നമായിരുന്നു. പ്രത്യേകിച്ച് ഈ റോഡും കാര്യങ്ങളൊക്കെ ഇത് വരുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നല്ല സഹകരിച്ചിരുന്ന ആൾക്കാരായിരുന്നു. താമസിച്ച് കൊതി തീർന്നിട്ടുണ്ടാവില്ലല്ലോ? താമസിച്ച് കൊതി തീർന്നിട്ട് 100% നമുക്ക് ഉറപ്പന്നല്ലേ. എന്നുവെച്ചാൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഓരോ ആളുകളോടും ഈ പരിപാടി പറയുമ്പോൾ ഓരോരുത്തരെ കാണില്ലെങ്കിലും മജീദ് മാഷ് ആളുകളെ സൗണ്ട് കേട്ടിക്കാണ്ട് ഇന്ന ആളല്ലേ എന്ന് പോയി ചോദിക്കും. ഓരോ ആളുകളെയും സൗണ്ട് കേട്ടിട്ട് മജീദ് മാഷ് കണ്ടില്ലെങ്കിലും അദ്ദേഹം പ്രത്യേകിച്ച് അവിടുന്ന് 4 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഈ വീടിൻ്റെ ഈ നന അതുപോലെ തന്നെ പടവ് ഇവിടുത്തെ പെയിൻറ്റിങ്ങിന് ആളുകളുണ്ടാകുമ്പോൾ ആ ഭാര്യ ഭർത്താക്കന്മാർ 2 നേരവും കൈ പിടിച്ചുകൊണ്ടാണ് നടന്നു വരാറുള്ളത്. അത് വളരെയേറെ സങ്കടമായിട്ടാണ് നമുക്ക് ഈ സമയത്ത് പറയാനുള്ളത്. മജീദ് മാഷ് നല്ലൊരു അധ്യാപകനായിരുന്നു, അതോടൊപ്പം നല്ലൊരു സംഘാടകനായിരുന്നു. കാഴ്ചശേഷി ഒന്നിനും അദ്ദേഹത്തെ തടഞ്ഞിരുന്നില്ല. അദ്ദേഹം എല്ലാം അനുഭവിക്കുവാനും അറിയാനും ഒക്കെ താല്പര്യമെടുത്തിരുന്ന, മുൻകൈ എടുത്തിരുന്ന വ്യക്തി. അതുകൊണ്ടാണ് വിനോദസഞ്ചാരത്തിനും ടൂറിനൊക്കെ അദ്ദേഹം മുൻകൈ എടുത്ത് ഇറങ്ങിയിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു അധ്യാപകൻ്റെ മരണം കുടുംബത്തിന് മാത്രമല്ല നാടിനും വലിയ തീരാ നഷ്ടം തന്നെയാണ്. ആ സ്കൂളിനെ സംബന്ധിച്ചാണെങ്കിലും സ്കൂളിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി മാഷ് മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ മരണങ്ങളും ഏറെ വേദന നൽകുന്നതാണ്. പക്ഷേ മജീദ് മാഷിൻ്റെ ഈ ഒരു മരണം അത് ഈ നാടിന് കുറെ കൂടി വലിയ ആഴത്തിലുള്ള മുറിവാണ് നൽകിയിരിക്കുന്നത്. അഖിലോട്ട് പറഞ്ഞൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഒരു നാടിനെ ഒന്നാകെ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ടാണ് അവർ വിട പറയുന്നത്. അപ്പോഴും ആ നാട് മുഴുവനും അവരോടൊപ്പം ഉണ്ട് എന്നതും അതോടൊപ്പം തന്നെ ഈ വാൽപ്പാറയിലെ ദുരന്തമുഖത്ത് രക്ഷാദൗത്യത്തിലും പാങ് സ്കൂളിലും എല്ലാത്തിനും കരുത്തായി KET സംഘവും ഉണ്ടായിരുന്നു എന്നതുകൂടിയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടത്. ദുരന്ത സ്ഥലത്ത് രക്ഷാദൗത്യം ഏകോപിപ്പിക്കാനും പൊതുദർശനത്തിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കാനും KET സംഘമായിരുന്നു മുന്നിൽ. KET എന്ന കേരള എമർജൻസി ടീം വാൽപ്പാറയിൽ ദുരന്തം നടന്ന വെള്ളിയാഴ്ച രാത്രി തന്നെ വാൽപ്പാറയിലും പൊള്ളാച്ചിയിലും എത്തിയിരുന്നു. വാൽപ്പാറയിൽ അപകടം നടന്നയുടൻ തമിഴ്നാട്ടിലെ കോർഡിനേറ്ററിൽ നിന്ന് KET സംഘത്തിന് വിവരം ലഭിച്ചു. വാൽപ്പാറ ചുരം റോഡിൽ ഒരു ട്രാവലർ മറിഞ്ഞിട്ടുണ്ട്. മലയാളികളാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. വൈകാതെ വീണ്ടും ഫോൺ കോൾ എത്തി. അപകടത്തിൽപ്പെട്ടത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരാണ്. അപ്പോഴേക്കും വാൽപ്പാറയിലേക്ക് പോയ വാഹനത്തിന്റെ വിശദവിവരങ്ങൾ KET സംഘം ശേഖരിച്ചിരുന്നു. സംഘത്തിലെ തന്നെ ഒരംഗത്തിന്റെ സഹോദരീപുത്രനാണ് അപകടത്തിൽപ്പെട്ട ട്രാവലർ ഓടിച്ചിരുന്നതെന്നും തെളിഞ്ഞു. ഉടൻ തന്നെ കേരള എമർജൻസി ടീം വാൽപ്പാറയിലേക്ക് ആംബുലൻസുമായി തിരിച്ചു. അവിടെ രക്ഷാപ്രവർത്തനവും ആശുപത്രിയിലേക്ക് മാറ്റലും പോസ്റ്റ്മോർട്ടവും അടക്കം ഏകോപിപ്പിക്കുമ്പോൾ ഇവിടെ നാട്ടിൽ പൊതുദർശനത്തിന് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കി മറ്റൊരു സംഘം കൂടി ഉണ്ടായിരുന്നു. ഇന്നലെ വാൽപ്പാറയിൽ ഉണ്ടായ ഈ ഒരു അപകടം നടന്ന ഉടൻ തന്നെ നമുക്ക് ഫസ്റ്റ് അവിടുന്ന് നമ്മുടെ തമിഴ്നാട് വിങ് നമുക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. മലപ്പുറത്ത് നിന്നെത്തിയ ഒരു വാഹനം ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ആ സമയത്ത് തന്നെ നമ്മൾ ഏതാണ് വാഹനം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തു. ആ സമയത്താണ് നമ്മുടെ പ്രവർത്തകൻ്റെ പെങ്ങളുടെ മകൻ്റെ വാഹനമാണ് എന്നൊക്കെ അറിഞ്ഞത്. ആ സമയത്ത് തന്നെ നമ്മുടെ പ്രവർത്തകർ നാട്ടിൽ നമ്മുടെ സാദിഖ് പാങ്ങനെ പോലത്തെ ആളുകൾ ഇവിടുന്ന് ആംബുലൻസ് എടുത്തിട്ട് അങ്ങോട്ട് പോയി അവിടെ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും നമുക്കവിടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടിലെ ഈ മയ്യത്ത് എത്തുന്നത് വരെ ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും പരിശീലനം സിദ്ധിച്ച വോളണ്ടിയർമാർ തന്നെയാണ് KETയുടെ കരുത്ത്. ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിന് പ്രത്യേകം പരിശീലനം നേടിയ ഈ സംഘം ഇന്ന് കേരളത്തിലെ സന്നദ്ധ സേവന രംഗത്ത് ഒഴിച്ചുകൂടാനാകാത്ത സാന്നിധ്യമാണ്. ന്യൂസ് 18 തിരൂർ. അപകട വാർത്തയാണ്, ആരെയും പ്രശംസിക്കേണ്ട അനുമോദിക്കേണ്ട അവസരമല്ല. എങ്കിൽ പോലും ഇത്തരം സംഘങ്ങൾ ഓരോ പ്രദേശത്തും ഉണ്ടാവുക എന്നത് ആ നാടിന് തന്നെ വലിയ ആശ്വാസമാണ്. സൂചിപ്പിക്കുന്ന പോലെ കൃത്യമായ പരിശീലനമൊക്കെ ലഭിച്ചവർ ഒരു ദുരന്തമുഖത്തും മറ്റുള്ളവരെക്കാളൊക്കെ നന്നായി അവർക്ക് ഇടപെടാൻ സാധിക്കും. ഇന്നലെ ഈ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ പൊതുദർശനം നടക്കുമ്പോൾ അതിനുശേഷം ഓരോ വീടുകളിലേക്കും ആ മൃതദേഹം അയക്കുമ്പോഴെല്ലാം ഇവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇത്തരം സംഘങ്ങൾ തീർച്ചയായും ഓരോ ഇടങ്ങളിലും അല്ലെങ്കിൽ ഓരോ പ്രദേശങ്ങളിലും ഉണ്ടാവുക എന്നതും ഏറെ നല്ല കാര്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.